ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോയ ബോൾസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രത്യേക തരം മസാലയിൽ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് വളരെ നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പുട്ട്, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. സോയ കൊണ്ടുള്ള കറി കഴിക്കാത്തവരും ഈ കറി കഴിച്ചു പോകും. ടേസ്റ്റ് നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഇട്ട് കഴിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കറിക്കുള്ള മെയിൻ ചേരുവ സോയയാണ്. ഞാനിവിടെ 125 ഗ്രാം സോയയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. 5 മിനിറ്റ് കൊണ്ട് സോയ കുറച്ച് വേകുകയും ചെയ്യും. ഇതിലേക്ക് അത്യാവശ്യം ഉപ്പൊക്കെ പിടിക്കുകയും ചെയ്യും. 5 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം 5 മിനിറ്റ് വേവിച്ച സോയ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം 1/2 കപ്പ് അളവിൽ മല്ലി ചേർക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്ത് കുക്ക് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഇനി ഒരു 6 വറ്റൽമുളക് ചേർക്കാം. നാടൻ വറ്റൽമുളക് ഞാൻ 6 ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 5 കാശ്മീരി വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. കൂടുതൽ എരിവ് വേണ്ടാത്തവർ വറ്റൽമുളകിൻ്റെ എണ്ണം കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്യാം. മുളകൊക്കെ നല്ലതുപോലെ റോസ്റ്റായി കഴിയുമ്പോൾ നല്ല മണം വരും. ഇതുപോലെ മുളകിനൊക്കെ കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ വരും. ആ സമയമാകുമ്പോൾ നമുക്ക് ഈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുക്കാൻ വെക്കാം. ഇനി സെയിം പാനിൽ തന്നെ 5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്തൊന്ന് ഫ്രൈ ചെയ്യാം. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി സ്ലൈസ് ചെയ്തതും 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ ഫ്രൈ ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 4-5 ഗ്രാമ്പു ചേർക്കാം. 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. മസാല ഒന്ന് ചൂടായാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ചേർക്കുന്നത്. ഇപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ ചൂടായ മണം വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ ജീരകം പാകത്തിന് ഫ്രൈ ആയിക്കൊള്ളും. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഞാനിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പോവാണ്. നമുക്കിനി അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഇപ്പോൾ മല്ലിയും മുളകും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ ഇഞ്ചിയും കൂടി ഇതുപോലെ കഷ്ണങ്ങളാക്കി ചേർത്ത് ഫ്രൈ ചെയ്യണം. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടി ചേർക്കണം. അതുപോലെ വേപ്പിലയും ചേർക്കണം. അപ്പോൾ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മസാല ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക്
സ്ലൈസ് ചെയ്ത സവാള 2 ചേർക്കാം. 2 വലിയ സവാളയാണ് വേണ്ടത്. മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടി സ്ലൈസ് ചെയ്ത് ചേർക്കാം. 3 പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് വഴറ്റാം. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കാം. സോയ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല മണവും രുചിയുമാണ് ഈ മസാല ചേർത്ത് ഈ സോയ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ജാറിലുള്ള അരപ്പ് 1 കപ്പ് വെള്ളത്തിൽ അടുപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് കട്ടിയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഈ അരപ്പിലേക്ക് ചേർത്തത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കഷ്ണങ്ങളിൽ പൊതിയുന്നത് വരെ കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ നമുക്ക് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുമ്പും ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ കുറുകിയ കഷ്ണങ്ങളിൽ പൊതിയുന്ന പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള ഒരു കറിയാണിത്. അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്താൽ ടേസ്റ്റും കൂടും, എരിവിൻ്റെ കുത്തലും കുറയും. നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഒട്ടും മടുപ്പ് തോന്നാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയക്കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.